ഏകദേശം ആ വാച്ചിന്റെ കളക്ഷൻസിൽ എനിക്ക് തോന്നണ ഒരു 10 കോടിയുടെ കളക്ഷൻ നമുക്ക് ആ വാച്ചിൽ കാണാം. മനസ്സിലാണോ? 10 കോടിയോളം വിലപിടിപ്പുള്ള വാച്ചിന്റെ കളക്ഷൻസ് ആണ് ആ കണ്ടത് ആ ചെറിയൊരു ഷോപ്പിൽ. അപ്പോൾ ആലോചിച്ചു എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഇവിടെ എന്നുള്ളത്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നത്തെ ഈ ദിവസം തുടങ്ങുന്നത് ഫ്രാൻസിലെ സെയിന്റ് ട്രോപ്പസ് എന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ട് ഇവിടെ വലുതായിട്ട് കാഴ്ചകളൊന്നുമില്ല. അവിടെ കാസലും ചർച്ചും പിന്നെ അതുകൂടാതെ ഈ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി, ഈ എന്താ പറയുക, ഈ സ്ഥലം എന്തിനു പേര് കേട്ടാണ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലിയറായിട്ട്. ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇതൊക്കെ, സെയിന്റ് ട്രോപ്പസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള യാക്കുകൾ ഇവിടെ കണ്ടോ. ഈ യാക്കിന്റെ പേരുണ്ടോ, ഡാഡി കൂൾ, സെൻ മറീനോ. ഇതൊക്കെ ലക്ഷൂറിയസും പിന്നെ പേഴ്സണലായിട്ട് പ്രൈവറ്റ് യാക്കുകളുണ്ടോ ഇതൊക്കെ. വണ്ടി കണ്ടോ ഇവിടെ, എന്താ അല്ലേ. ഇത് കണ്ടിട്ട് നമുക്ക് അർജന്റീനയുടെ ഫ്ലാഗ് ഇല്ലേ അല്ലെ, അതേ കളറിലാണ് ആ വണ്ടി പെയിന്റ് ചെയ്തിരിക്കണം. പിന്നെ ഇത് സെയിന്റ് ട്രോപ്പസിലെ ടൂറിസം ഓഫീസാണ് ഇത്. ഇതിന്റെ മുന്നിലും കുറെ യാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ലക്ഷൂറിയസ് ഉള്ള ഒരു എന്താ പറയാ ഒരു പ്ലേസ്. അത്യാവശ്യം എങ്ങനെയാ ഞാൻ പറയണ്ട, ഫ്രാൻസിൽ അത്യാവശ്യം അല്ലേ കുറച്ച് അത്യാവശ്യം നല്ല ഫണ്ടഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രൈവറ്റ് യാക്കുകളായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. യാക്കുകളുടെയും കയാക്കിങ്ങിന്റെ ഒക്കെ ഓരോ കീപ്പ് ചെയ്തിരിക്കണം. അതായത് ഒരു സർവീസ് സ്റ്റേഷൻ പോലെ അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. ഒരു എന്താ പറയാ ഒരു വെയർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. ഇവിടെ കണ്ടു, ഇതെന്താ എനിക്കറിയില്ല, റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഇത് റെസ്റ്റോറന്റ് ആണ് കേട്ടോ. വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട്. എന്താ പറയാ, അത്യാവശ്യം നല്ല മെനു കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവര് മുന്നില്. അടിപൊളിയായിട്ടില്ലേ, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒരു മരത്തിന്റെ പേരല്ലേ, ഒരു മരമാണ്. ഒരു ചെറിയൊരു ഗോളം പോലെ ഇരുമ്പോ എന്ത് മെറ്റീരിയലാ എനിക്കറിയില്ല. പക്ഷെ അത് ഇരുമ്പാണോ, ഇരുമ്പ് കൊണ്ട് ചെയ്തിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇത് ഇരുമ്പല്ല, ഇത് കോൺക്രീറ്റ് കൊണ്ട് തന്നെ പെയിന്റ് ചെയ്തിരിക്കണം അതില്. ഇതാണോ, നല്ല മനോഹരമായിട്ട് പക്ഷെ കാണാനായിട്ട്. കുറെ പേര് അതിലേക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ടാക്സികള് നോക്കിയ ടാക്സികളായി, BMW ടാക്സികള്. എന്താ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതൊക്കെ. BMW ടാക്സി, Mercedes പിന്നെ അതിന്റെ പുറകിലും ഒരു Mercedes, ഇതും Mercedes. കുറെ വാച്ചുകളുടെ ഒരു കളക്ഷനെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഏതാ ബ്രാൻഡ് പക്ഷെ എനിക്ക് അറിയില്ല. 1884 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഫ്രാൻസിന്റെ ബ്രാൻഡുകളായിരിക്കും കേട്ടോ, അവരുടേതായ. ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഹോട്ടൽസിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കണം. അതിന്റെ പാക്കേജുകളും ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ചെറിയ സ്ട്രീറ്റുകളുടെ ഉള്ളിലൊന്ന് കയറി നോക്കാട്ടോ. വളരെ മനോഹരമായിട്ട് പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. But I keep working harder, going harder just to prove something. Burning out, I can't do shit for weeks. Guess I proved nothing. Everybody wants my work for free. I know you have the money, things are looking different. I'm not putting up with you, not anymore. And I know you think you still can take advantage, and you always
ഒരുപാട് ക്ലോത്തിന്റെ ഷോപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ. Puede ser que no haya sido por esta y se vayan a ver. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ ലേഡീസിൻ്റെ. വളരെ എന്താ പറയുക, എക്സ്ട്രീം ലെവൽ ഫാഷനബിൾ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. Lost myself, now I'm fully disguised. My heart got bruised up, so I put it on ice. Been told that I wouldn't make it in this life, but now all of you see there's so much room for me. ഉണ്ടോ മോക്കി എന്നുള്ളൊരു കമ്പനി ബ്രാൻഡാണ് അത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ സ്ട്രീറ്റിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചതാണ്. അതേ ഡിഫൻഡർ പോകണോ, ഡിഫൻഡർ ലൂയിസ് വിറ്റോണ്ട്. എത്ര ചെറിയ ഷോപ്പാണ് നോക്കുന്നത് അല്ലേ? പക്ഷെ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവിടെയൊക്കെ. ഈ ഒരു സ്പേസില് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ഒരു സ്ഥലം. എന്താ പറയുക, ചെറിയ ചെറിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം കാണിക്കുന്നത്. അതായത് അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയ ആളുകളുടെ ഒരു വെക്കേഷൻ സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ യാക്കുകളും പേഴ്സണലായിട്ട് പ്രൈവറ്റ് യാക്കുകളൊക്കെ യൂസ് ചെയ്യില്ല, അവരും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള എന്താ പറയുക ഫാം ഹൗസ് പോലുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സ്പേസുകളൊക്കെയാണ് ഇവിടെ സത്യം പറഞ്ഞത്. പിന്നെ അതുകൂടാതെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ചെറിയ ചെറിയ ഷോപ്പുകൾ വളരെ എന്താ പറയുക ക്ലാസി ലെവലിലാണ് അവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കണമല്ല. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടോ, പക്ഷെ അത് കാണുമ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിക്കും, പുറമേന്ന് കാണും. പക്ഷേ ഈ ഒരു ഏരിയ വളരെ പോഷ് ഏരിയയാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ വണ്ടികളുണ്ടോ, നമ്മുടെ തന്നെ മഹീന്ദ്രയുടെ ഒരു ഏരിയയൊക്കെ ഇല്ലേ ചെറുത്, അതുപോലത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ നമുക്കിവിടെ ഈ സൈഡ് കാണാൻ സാധിക്കും. കുറേ ഹോട്ടൽസും കാര്യങ്ങളും. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം എന്താ പറയുക സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം, ഒരു വിവരവും ഉണ്ടല്ലോ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന അറിവുകളുണ്ടല്ലോ. അതായത് എന്താ പറയുക ആ സ്ഥലത്തിൻ്റെ കൾച്ചറും പിന്നെ അതുകൂടാതെ അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതികൾ, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് ഒരുപാട് അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറുമ്പോൾ കേട്ടോ, ഇവിടെയും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്, ചുമ്മാ ഒന്ന് ചർച്ചിലൊന്ന് ഇറങ്ങിയിട്ട് വരാം. പിന്നെ കാസിലെ മുകളിലേക്ക് ഒന്ന് പോകണ്ടോ, അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് മെല്ലെ ഈ സ്ട്രീറ്റിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കണ്ടോ എന്താ നല്ല തണലുണ്ട് കേട്ടോ. അതിന്റെ സൈഡ് നല്ല വൈബില് റെസ്റ്റോറന്റും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടാണോ ഇവിടെ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. ഇവിടുത്തെ ടുക്ക് കണ്ടോ, ഈ കാണോ കണ്ടോ, ഇവിടുത്തെ ഒരു ബൊട്ടീക് ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. പുറത്തൊക്കെ എത്ര വിസിബിൾ ആയിട്ടാണ് ഇവര് ക്യാപ്പ് ഇതെല്ലാം ഡ്രസ്സിന്റെ ക്ലോത്ത് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം. കേട്ടോ ടേബിളൊക്കെ കണ്ടോ എത്ര വെൽ സെറ്റ് ആണെന്ന്. നടന്ന് അങ്ങനെ ഇവിടെ എന്താ പറയാ, ഇവിടെ ഇതെന്താ ഇനി സംഭവം എന്ന് അറിയില്ല. ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇവിടെ കണ്ടോ, ഒരു കടൽ തീരത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തിരിക്കാനാണ്. ഇതിന്റെ ഉള്ളിലൂടെ പോയി നോക്കാം. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസുകളുണ്ട്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നു, എന്താ ഷൂട്ടിംഗ് എന്ന് തോന്നുന്നു എനിക്ക് ഇതിനോടൊക്കെ. ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു കേട്ടോ. ഏതെങ്കിലും ഫ്രഞ്ച് സിനിമകളുടെ ആയിരിക്കും.
നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് പോകും. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് ഇതിന്റെ സൈഡ്. ചർച്ചിന്റെ പുറകുവശമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. റെസ്റ്റോറന്റ് ഫ്രഞ്ചിലൊക്കെ പക്ഷെ ഇൻഫ്ലുവൻസ് എന്താ പറയുക, ഫ്ലുവൻസി വളരെ ഡിഫറെന്റ് ആയിരിക്കണ്ടോ ഇതിന്റെ. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ, പക്ഷെ വളരെ ലക്ഷറിയസും ആണ്. അത്യാവശ്യം ചുറ്റി ഇങ്ങനെ കറങ്ങാൻ ഒരു വാക്കിങ്ങിനൊക്കെ പോണവർക്ക് ഈവനിങ് ടൈമിലൊക്കെ നല്ല വൈബായിരിക്കും കേട്ടോ. ഓരോ കോർണേഴ്സിലും റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും. സ്കൂട്ടേഴ്സൊക്കെ നല്ല എന്താ പറയാ, ഗോവയിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ കാണില്ലേ അതുപോലെ അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ള സ്കൂട്ടേഴ്സൊക്കെ കാണാം. നല്ല അടിപൊളി സ്ഥലം ഉണ്ടോ. പക്ഷേ It's so hard to open my eyes. I'm blind to the light from the sky. I'm dealing with things I can't write. And all of you know it's been no easy road. But I keep working harder, going harder just to prove something. Burning out, I can't do shit for weeks. Guess I proved nothing. Everybody wants my work for free. ഈ സ്ഥലത്ത് ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാൻ കഴിയും. കുറെ ചെറിയ കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ മെനു സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് റോഡിന്റെ സൈഡ് തന്നെ. എത്ര ഏജ് ആയിട്ടുള്ള വയസ്സായവരാണ് അതൊക്കെ. സൈക്കിൾ യാത്രയൊക്കെ ഉണ്ടാവും. വിനോദസഞ്ചാരികളെ ഒന്ന് സൈക്കിള് കാര്യങ്ങളൊക്കെ റെന്റിനെടുത്ത് ഒരു യാത്ര ചെയ്യുന്നുണ്ട്. ഈ കെട്ടിടം എനിക്ക് എന്താ പറയുന്നത്, വളരെ ഒരു എന്താ പറയാ പുരാതന കെട്ടിടങ്ങളാണ് ഇതൊക്കെ. കടൽ തീരത്തേക്കാണ് കേട്ടോ ഇത് ഇറങ്ങിപ്പോണത്. ഇവിടെ എന്താ പാടെ ഉള്ളത് മെയിനായിട്ട് ഒന്ന് പോയി നോക്കാം. അല്ല, ഒരു ബീച്ച് അല്ല കേട്ടോ. കുറെ പേര് ഇവിടെ എന്താ റെസ്റ്റ് ചെയ്യണ്ട, സൈഡ് പോലെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു നടപ്പാത നമുക്കിവിടെ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ജസ്റ്റ് കടൽ തീരമാണ്. ഇവിടെ കുറെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല മനോഹരമുണ്ട്. പക്ഷെ ഇവിടെ കാണാനായിട്ട് അതുകൊണ്ട് ആ ബിൽഡിങ്ങിന് ഉള്ളിൽ നോക്കി പുറമെ ഒരാൾ കണ്ടോ, ഒക്കെ വീടുകളാണ്. അവർക്ക് പക്ഷെ ഇവിടെ അടിപൊളിയായിരിക്കും ഈ കടൽ കാറ്റും കൊണ്ട് ഇവിടെ വിശ്രമിക്കാനായിട്ട്. ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ. ഭാര്യറൊക്കെ ഇവിടെ ഇട്ടിട്ട് ബാരിക്കകളൊക്കെ പൊളിച്ചിട്ടിരിക്കണം. മീനുകളൊക്കെ നല്ല ഇവിടെ നല്ല മനോഹരമുണ്ട്. ഈ കല്ല്, ഈ പാറകളൊക്കെ കാണാനായിട്ട്, ഈ പാറക്കെട്ടുകളൊക്കെ കാണാൻ എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ നല്ല അടിപൊളി ഫ്രെയിമായിരിക്കട്ടെ ഇവിടെ. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് പോവാം. ഇനി അങ്ങോട്ട് ആ കാസിലിന്റെ ഭാഗത്തേക്ക് ഒത്തുന്നു പോകും. വെള്ളം വളരെ ക്ലീൻ ആണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. എത്ര തെളിഞ്ഞു നിൽക്കണം നോക്ക്, ചളിയൊന്നും കലങ്ങാതെ. ഇത് കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത് എനിക്കറിയില്ല. പക്ഷെ അതിമനോഹരമായിട്ടുണ്ട് ആ വെള്ളം. ചെറിയൊരു ബീച്ച് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുളിക്കാനും പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാൾ ഇറങ്ങി കുളിച്ചാൽ പിന്നെ ഇവിടെ മുഴുവൻ തിരക്കായിരിക്കും. ആണോ, നമുക്ക് ഈ തീരത്തൂടെ തന്നെ നടന്നു പോകാൻ പറ്റട്ടോ. ഈ കാണുന്ന നടപ്പാതയിൽ കൂടെ നമുക്ക് നടന്ന് എനിക്ക് എത്തേക്ക് പോകണമെന്ന് അറിയില്ല. നമുക്ക് തന്നെ നടന്നു പോയി എവിടെ എത്തണം അവിടെ അവസാനിപ്പിക്കാം. ഇത് അപ്പുറത്തുള്ളതെന്ന് കൂടെ നോക്കട്ടെ. അതുകൊണ്ടല്ലേ ഇവിടെ എങ്ങനെ ഒരു നടപ്പാതുണ്ട് നടക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ വീടുകളാണ്. മുകളിൽ കണ്ടോ, മുകളിലൊക്കെ ആൾതാമസം ഉള്ളതാണ്. എനിക്കിത് കാസലിന്റെ സൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ അതുകൊണ്ടില്ലേ കല്ലുകളൊക്കെ
ഇവിടെ നിന്ന് നടന്നു പോയിട്ട് നോക്കാം. കാസിൽ എനിക്ക് അപ്പുറത്താണ് തോന്നുന്നത്. കാസിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ വഴി പോണം. അവിടെയൊക്കെ കുറെ പേര് കുളിക്കുന്നുണ്ട് ഇറങ്ങിയിട്ട്. വെള്ളം വളരെ ക്ലീൻ ആണ് കേട്ടോ. കുളിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. എന്തായാലും ഈ വഴി പോണത് കാസിലോട്ടാണ്, മുകളിലേക്ക്. നമുക്ക് കാസിലോട്ട് പോവാം. കാസിൽ ടിക്കറ്റ് ഉണ്ടോന്ന് അറിയില്ല. സ്പെയിനിൽ എല്ലാ കാസിലും ടിക്കറ്റ് ആണ്. ഇവിടെ എന്താ അവസ്ഥ എന്ന് അറിയില്ല. മുകളിലൊന്ന് പോയി നോക്കാം. ഈ വെള്ളം കണ്ട് എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുന്നു. നമുക്ക് എത്ര ക്ലാരിറ്റി നോക്കും വെള്ളത്തിന്റെ, എത്ര തെളിഞ്ഞിട്ടാ ഈ വെള്ളം ഇവിടെ നോക്കും. അവിടെ കണ്ടോ ആളെ കുട്ടിയെ കുളിപ്പിക്കുന്നുണ്ട്. ഉപ്പുള്ളതുണ്ടോ? പക്ഷെ അത് വളരെ ക്ലീൻ ആണ്, വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ സൂക്ഷിക്കണം. നമ്മളെ നാട്ടിലൊക്കെ കായലിലും പുഴയിലും എല്ലാവിടെയും മാലിന്യം പറഞ്ഞിട്ട് വരില്ല. അത് ജനങ്ങൾ തന്നെ അതൊക്കെ സൂക്ഷിക്കണം. എല്ലാ വേസ്റ്റും വലിച്ചെറിയണം. ഫാക്ടറി അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ ആയിട്ട്. ഇവിടെ എത്ര വെള്ളമൊക്കെ നോക്കട്ടെ. ഞാൻ കാണിച്ചതല്ലേ അത് എത്ര ക്ലീൻഡ് ആണെന്ന് നോക്കൂ. എന്നാലും നമുക്ക് മുകളിൽ കാസിലോട്ട് പോകും. ഞാൻ ഏകദേശം ഇവിടെ എത്തി, കാസിന്റെ മുന്നിലെത്തി. നമുക്ക് എന്തായാലും ഈ കാണുന്ന ഊട് വഴികളിലൂടെ മുകളിൽ കയറാം. സ്റ്റെപ്പൊന്നുമില്ല, സ്റ്റെപ്പ് അപ്പുറത്താണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല. ഇവിടെ ചെറിയൊരു കാർ പാർക്കിംഗ് ഉണ്ട്. അത് നമുക്ക് ഈ വഴി കൂടെ കയറിപ്പോ. ഞാൻ കയറി വന്ന വഴി മാറിപ്പോയി. അവിടുന്ന് കയറി തിരിച്ച് റോഡിലേക്ക് തന്നെയാണ് വന്നിരിക്കും. ഇതിന് മുകളിലാണ് കേട്ടോ, ഇതിന് മുകളിലേക്ക് കയറിപ്പോണ്ടത്. ഇവിടെ നടക്കാൻ റിസ്ക് ആണ്. വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ ലൈനുള്ളൂ, നടപ്പാതയില്ല. കണ്ടോ, കടലുണ്ടോ? സെൻട്രോപ്പസ് ഒരു ഐലൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞാൻ വിശദീകരിച്ച് സത്യം പറഞ്ഞ അവിടെ നോക്കിയില്ല ഈ സ്ഥലം എങ്ങനെയാന്നുള്ളത്. ഈ കാസിൽ കയറാനുള്ള വഴിയൊന്നും കാണാനില്ല കേട്ടോ. സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇത് കുറച്ച് ചുറ്റി കയറി പോണമെന്ന് എനിക്ക് തോന്നണം. ഒരുപാട് ശവകുടീരങ്ങളുടെ സ്മാരകമൊക്കെ കണ്ടിട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാസിലിന്റെ താഴെ തന്നെയാണിത്. ഫ്രാൻസില് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു നിസാൻ പെട്രോൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ റയറാണ് കേട്ടോ. ദുബായിലേക്ക് ഇഷ്ടം പോലെ കാണാം. ആ വണ്ടിയുടെ BMW മ്യൂസിക് സിസ്റ്റം വേണ്ട. ഇപ്പോഴും നമുക്ക് സൗണ്ട് കേൾക്കാം. എനിക്കിപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. പഴയതാ ലാൻഡ് റോവർ ഡിഫൻഡർ ഇവിടെ ഇട്ടോ. ഇതിന് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഫ്രാൻസിലൊക്കെ. എന്താലേ വിൻറ്റേജ് വൈബാണ് ആ വണ്ടി. വാ, ഇതെനിക്ക് ഏതാ മോഡലെന്നറിയില്ല, പക്ഷെ ഇത് ഏതാ വണ്ടി, ഏതാ കമ്പനി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കുറേ ഈ നല്ല വ്യൂ കാണാൻ കുറേ അധികം ടൂറിസ്റ്റുകൾ ഇവിടെ ഈ വഴിയടുത്തുണ്ട്. അതിൽ കുറച്ച് സൈക്കിൾ യാത്രികരും. പിന്നെ മുകളിലേക്കാണ് വഴി തപ്പി നടക്കണം. പക്ഷെ ഞാൻ ചുറ്റിക്കയറണം. പക്ഷെ സ്റ്റെപ്പുകളൊന്നും കാണാനില്ല. ഇതിന് മലകയറി പോണ്ടതാണെന്നും അറിയില്ല കേട്ടോ. വിശ്രമിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ വിശ്രമിക്കുകയാണ് ഒരു സൈഡ്. എന്താണ് ഇവിടേക്കാണ് ഇവര് സിറ്റിംഗ് സ്പേസുകളെ സെറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ നമ്മള് കാസിലോട്ട് കയറുന്ന വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പുറത്തായിരുന്നു. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് കുറെ അധികം ചുറ്റി നടന്നു അപ്പുറത്ത്. കുഴപ്പമില്ല. ഇനി എന്തായാലും ഇവിടുത്തെ കാഴ്ചകളോ ഇവിടെ നമുക്ക് പോവാം. ഇതാണ് കാസിലോട്ടുള്ള വഴി. ആ വണ്ടി പാർക്കാൻ നോക്ക്. ഒട്ടും ഹൈറ്റില്ലാട്ടാ വണ്ടിക്ക്. നാട്ടിൽ മറ്റേ ലോക്കലായിട്ട് മഹീന്ദ്രയുടെ ഒരു EV ഇല്ലേ, ചെറിയൊരു വണ്ടി, 3.5-4 ലക്ഷം രൂപ എന്തോ ഉണ്ടാവില്ല. നല്ല സൈറ്റ് വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെയുള്ള കാസിൽ. കുറേ വർഷങ്ങൾ മുമ്പുള്ള ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത്.
നടന്ന് കടൽ കണ്ടോ, വെള്ളം ഭയങ്കര ക്ലീനുണ്ട്. ഇവിടുന്ന് വരെ നമുക്ക് കടലിൽ അടി കാണാൻ പറ്റും. ഈ കടൽ തീരത്തുള്ള അടികളില്ലേ, പാറക്കെട്ടുകളൊക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നടന്ന് ഈ കാസിൽ മുഴുവൻ ചുറ്റിയാണ് നടന്നു. ഈ ഗ്രൗണ്ടിൽ നമ്മളിങ്ങനെ സർക്കിളിട്ട് അടക്കില്ലേ, അതുപോലെ കുന്നുകളും മലകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളെല്ലാം അല്ലേ, സമ്മറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഉണങ്ങിയ ഒരു പരുവത്തിൽ നടക്കണം. ഡിസംബറിലൊക്കെ ചിലപ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും കേട്ടോ. തണുപ്പ് സമയത്ത് ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടോ ഈ മരങ്ങൾ കാണാനൊക്കെ. സ്നോഫോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഫ്രാൻസിൽ സ്നോഫോൾ കാണില്ല, ഫ്രാൻസിൽ സാധ്യത ഉണ്ടാവും. സമയം അടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ നവംബർ ഡിസംബറൊക്കെ. ഒരു മലയുടെ മുകളിലാണ് കാസിലുകളെല്ലാം, മലയുടെ മുകളിൽ ഇവർ എപ്പോഴും പണിയാറുണ്ട്. ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും മോശമില്ല കേട്ടോ, ഇവിടെയും ടിക്കറ്റ് ഉണ്ട്. അവര് ഇവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു പോണം പലരും. ഗൈസ്, ഞാനങ്ങനെ ഇവിടെ കാസലിന്റെ മുന്നിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നു മരത്തിന്റെ ചോട്ടില്. പിന്നെ ഈ കാസലിൽ ഞാൻ കയറുന്നില്ല കേട്ടോ, കാരണം ഇവിടെയും ടിക്കറ്റ് സിസ്റ്റം കാര്യങ്ങളാണ്. പിന്നെ ഇവിടുത്തെ കാസിലാണെങ്കിലും വലിയ രീതിയിലുള്ള കാഴ്ചകളൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഇത് വലിയൊരു സിറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഇതൊരു ഐലൻഡാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിനുള്ളിൽ കാസിലുള്ള പൊതുവേ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ മുന്നിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് മെയിൻ സിറ്റി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ആകെ കിട്ടണത്. പിന്നെ ഈ കാസിലുള്ളിൽ മെയിനായിട്ട് അങ്ങനെയൊന്നുമില്ല. ആകെ എന്താ പറയുക, പണ്ടത്തെ യുദ്ധങ്ങളുടെ ഒരു സ്മരണയ്ക്കായിട്ട് കുറച്ച് ബീരങ്കികൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ സൈഡൊക്കെ, അതൊക്കെയാണ്. പിന്നെ കൂടുതൽ നടക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് വളരെ ഉപകാരപ്രദമാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ആളുകൾ ഉള്ളിൽ കയറുന്നുള്ളൂ. ഇവിടെ 5 യൂറോണ് ടിക്കറ്റ്, 400 രൂപ 450 രൂപ ആ റേഞ്ചേ ഉള്ളൂ സത്യം പറഞ്ഞ ടിക്കറ്റിന്. പക്ഷേ ആ പൈസ ചിലവാക്കുമ്പോൾ അതിൻ്റെതായ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവണ്ടേ. നമുക്കിവിടെ നിന്നാണെങ്കിലും ആകെ ഞാൻ ഈ വമ്പൻ ചുറ്റുമതിലും അതിനുള്ളിൽ വലിയ ഫോട്ടോകളോ കാര്യങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഇല്ല. ആകെയുള്ളത് ഇതും പിന്നെ കുറച്ച് എന്താ പറയുക, ഉള്ളിലുള്ള കുറച്ച് സ്മരണയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റാച്ചു എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതായിരിക്കും. ആകെ നമുക്ക് കിട്ടുന്നത് ഈ സൈറ്റ് വ്യൂ ആണ്, സിറ്റി വ്യൂ ആണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് പിന്നെ കുറച്ച് ഇവിടെ നിന്ന് എങ്ങാണ്ട് ഇറങ്ങി സ്ട്രീറ്റിലേക്ക് പോകണം. സ്ട്രീറ്റിൽ പോയിട്ട് കാഴ്ചകളും അവിടെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇവിടെ ഫ്രാൻസിൽ തന്നെ നമ്മൾ എന്തായാലും 1-2 വീഡിയോ ഇനിയും ചെയ്യേണ്ടത്. ഇനി മെല്ലെ നടന്ന് താഴോട്ട് പോകാം. ഇത് കിളികൾക്ക്, പക്ഷികൾക്ക് അല്ലേ, അവർക്ക് വളരെ ഗുണം ചെയ്യും ഇതൊക്കെ, ഇങ്ങനെയുള്ള കെട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, മറ്റേ മരത്തിൽ നമ്മൾ പണിയാറില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നു. ഒരു ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നിൽ ഫുൾ ലക്ഷറിയസ് വെഹിക്കിൾസ് ആണ് പാർക്ക് ചെയ്തിരിക്കണം. മെഴ്സിഡിസിൻ്റെ എന്താ പറയുക, ജീവകണക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു പോർഷയുടെ ഒന്നും കംപ്ലീറ്റ് ലക്ഷറിയസ് വെഹിക്കിൾസ് ആണ് ഈ കാണുന്നത്. ടാക്സികളൊക്കെ ആയിട്ടാണ് മെഴ്സിഡസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചോടന്റെ മുന്നിൽ ഒരു പുള്ളി ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. ചിരിക്കുകയാണ് ആളുകൾ. My heart got bruised up, so I put it on ice. Been told that I wouldn't make it in this life, but now all of you see there's so much room for me. And I know you think I still can take advantage, and you always took my humbleness for granted, but I know my worth you can't take that away. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ സ്ട്രീറ്റില് മെയിൻ ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ വസ്ത്രധാരണ രീതികളൊന്നും നിങ്ങൾ നോക്കണം. അതായത് ഈ സ്ട്രീറ്റിലൊക്കെ കണ്ടോ, എത്ര എന്താ പറയുക, ഭയങ്കര ക്ലാസി ആയിട്ടാണ് അവർ ഡ്രസ്സുകൾ ധരിച്ചു വരുന്നത്. ഞാൻ കാണിച്ചു തരട്ടോ, നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവരും ഈ സ്ട്രീറ്റിൽ കംപ്ലീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എവിടെ നോക്കിയാലും എല്ലാവരും ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ക്ലാസി ലെവല് ഡ്രസ്സിങ് ആയിരിക്കും. ആ ഡ്രസ്സിങ് സ്റ്റൈലില് പക്ഷെ ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഈ ഒരു ഫ്രെയിമിലൊക്കെ ഒരുപാട് മാച്ച് ചെയ്യാം. ഫോട്ടോഷൂട്ടിനൊക്കെ
അടിപൊളിയായിരിക്കും ഇവിടെ. നല്ല അടിപൊളി സ്ഥലമുണ്ട് പക്ഷെ ഇവിടെ. away from me. And I know you think you're still to take advantage, but it hasn't worked out like you fucking planned it. 'Cause I know my work, you can't take that away from me. വസ്ത്രശാലകൾ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ്. ചെറിയ ചെറിയ ഷോപ്പുകളാണെങ്കിൽ നോക്കുക, വാച്ചിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ അവിടെ കണ്ട. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റെസ്റ്റോറന്റുകളും കണ്ടോ, വാച്ചിന്റെ ഒക്കെ കളക്ഷൻ കണ്ടോ, കാട്ടിയാറിന്റെ ഒക്കെ ഇതാണ്ടേ. ഇതാണ്ടോ ലോഫോഡ് ടുഡോർ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ വില കണ്ടോ, 4080 യൂറോ, 5230 യൂറോ, 3910 യൂറോ. ഏകദേശം നാട്ടില് 4 ലക്ഷം 5 ലക്ഷം രൂപ വിലയുണ്ട് കേട്ടോ ഇതിനൊക്കെ, ടുഡോറിന്റെ ഒക്കെ. ഇവിടെ ഏറ്റവും കുറഞ്ഞ വില ഇതാണ്ടോ, 3 ലക്ഷം രൂപ. 3 ലക്ഷമുള്ള 4 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ വാച്ചിന്റെ വില. ഇവിടെ കണ്ടോ 29,600 യൂറോ, അതായത് ഏകദേശം 20 ലക്ഷത്തിന്റെ വാച്ചാണ് ഈ കാണുന്നത്. ഇതാ 20 ലക്ഷത്തിന്റെ വാച്ചാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്കിവിടെ എന്തായാലും പോകും. നിങ്ങൾ കണ്ടോ അത്, അത്രയും ചെറിയൊരു ഷോപ്പില് 20 ലക്ഷത്തിന്റെ വാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഇവിടെ എത്രത്തോളം ഈ ഏരിയ പോഷാണെന്നുള്ളത്. മനസ്സിലാവുണ്ടോ? എത്ര ഏകദേശം ആ വാച്ചിന്റെ കളക്ഷൻസിൽ എനിക്ക് തോന്നണ ഒരു 10 കോടിയുടെ കളക്ഷൻ നമുക്ക് ആ വാച്ചിൽ കാണാം. മനസ്സിലാവുണ്ടോ? 10 കോടി പോലും വിലപിടിപ്പുള്ള വാച്ചിന്റെ കളക്ഷൻസ് ആണ് ആ കണ്ടോ ആ ചെറിയൊരു ഷോപ്പില്. അപ്പോ ആലോചിച്ച് നോക്കി എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഇവിടെ എന്നുള്ളത്. ഇവിടെ കണ്ടോ, എല്ലാം ഇവിടെ എല്ലാത്തിനും വിലയുണ്ട്. ഇവിടെ ഇതുപോലെ ഞാൻ കണ്ടു, പക്ഷെ ഇവിടെ പ്രൈസ് ഇട്ടിട്ടില്ല. ഇത് ഹബ്ലോട്ടല്ലേ? അതെ, ഹബ്ലോട്ടിന്റെ വാച്ചുകളുണ്ട് അവിടെ. ഇത് പ്രൈസ് ഇട്ടില്ല, പക്ഷെ ഇത് അതിലും എക്സ്പെൻസീവ് ആയിരിക്കും. ഹബ്ലോട്ടിന്റെ ഒക്കെ 10 ലക്ഷം 15 ലക്ഷം അതൊക്കെയാണ് റേഞ്ച്. പിന്നോട് ലൂയിസ് വിറ്റോന്റെ ഒക്കെ കുറെ ബ്രാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഒരുപാട്. സെയിന്റ് ലോറൻ, ജോർജോ അർമാനി, വളരെ എക്സ്പെൻസീവ് ആട്ടോ. ഗ്രാൻഡ് ചെറോക്കി പഴയ മോഡൽ വണ്ടിയാണ്. ഡിയോറിന്റെ ഒരു ഷോപ്പാണ് ഇവിടെ, ഷോറൂമാണ് അതിലെ. ഡോൾസ് ആൻഡ് ഗബാനയുടെ നോക്കൂ, ഒരു ഷോറൂമാണ് അതൊക്കെ. എത്ര ചെറുതാ നോക്കൂ. അവിടെ ഇവര് വിൽക്കാൻ വെച്ചിരിക്കണ പ്രൊഡക്ട്സ് അത്രത്തോളം വിലപിടിപ്പുള്ളതായിരിക്കും, പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അതൊക്കെ. It's so hard to open my eyes. I'm blind to the light from the sky. I'm dealing with things I can't write, and all of you know it's been no easy road. But I keep working harder, going harder just to prove something. Burning out, I can't do shit for weeks. Guess I prove nothing. Everybody wants my work for free. ഇവിടുത്തെ ഗാർബേജിന്റെ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. നാട്ടിലെ വലിയ ടിപ്പറില്ലേ അതിന്റെയൊക്കെ ഒരു ചെറിയൊരു വെഹിക്കിളാണ് ഈ കാണുന്നത്. ഇലക്ട്രിക് ആണോ അത്? എന്താല്ലേ, എല്ലാം കാഴ്ചകളും നല്ല ഭംഗിയാണ്, പക്ഷെ നല്ല പോഷ് ഏരിയ ആണ് ഇതൊക്കെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയല്ല പുറമേ കണ്ട കാഴ്ചകളും. പുറമേ കാണുമ്പോൾ നമുക്ക് ഒന്നുമില്ലാന്ന് തോന്നും, പക്ഷെ വളരെ എക്സ്പെൻസീവ് പോഷ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ പോഷ് ഏരിയ. ആ വാച്ചിന്റെ കളക്ഷൻ ഒന്ന് കയറി നോക്കുമ്പോഴേക്ക് വില 20 ലക്ഷം, എന്തോ 20 ലക്ഷം 25 ലക്ഷം ആ റേഞ്ചാണ്. അപ്പൊ ആലോചിച്ച് നോക്കും ഇവിടെ എത്രത്തോളം പോഷ് ഏരിയ. വാച്ച് മാത്രമല്ല, ലൂയിസ് വിറ്റോൺ, ഡോൾസ് ആൻഡ് ഗബാന, പിന്നെ അതുകൂടാതെ ഒരുപാട് ലോകോത്തര ബ്രാൻഡ്. അത്രയും ചെറിയൊരു സ്പേസ്, ചെറിയൊരു ബിൽഡിങ്ങില് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഇതിനുള്ളിലുണ്ട്. ഈ വസ്ത്രങ്ങളുടെ കുറെ ഷോപ്പുകളുണ്ട്, എല്ലാം ബ്രാൻഡാണ്, പക്ഷെ
റേറ്റ് അതുപോലെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു എക്സാമ്പിൾ, ഒരു നോർമൽ നാട്ടിലെടുക്കണ ഈ ഷർട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 15,000 രൂപ 20,000 രൂപയോളം ആ ഷർട്ടിന്റെ റേറ്റ് വരും. ബ്രാൻഡാണ്, നമ്മൾ പേ ചെയ്യണത് ആ ബ്രാൻഡിനാണ് സത്യം പറഞ്ഞത്. അപ്പൊ ഗൈസ്, ഞാനെന്തായാലും ഇവിടുത്തെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. വളരെ ചെറിയ ചെറിയ കാഴ്ചകളും, പക്ഷെ വലിയ വലിയ എന്താ പറയാ, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ സത്യം പറഞ്ഞ എന്താ പറയാ, ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ആലോചിച്ച് നോക്കുക, അവരുടെയുള്ള പ്രൊഡക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളുടെയും കയ്യിലുള്ളത് ബ്രാൻഡാണോ ഒന്ന് ഇല്ല എന്ന് പറയുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിരിക്കും ഈ സ്ഥലം. അതുകൊണ്ടായിരിക്കും ഞാനിതൊരു കൂടുതലേ അങ്ങനെ സെൻട്രോപ്സിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ബെൻലിയുടെ ഒരു നല്ല ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഏതാ മോഡൽ എനിക്കില്ല. ബെൻഡാഗില്ല, ബെൻഡാഗ് കുറച്ചുകൂടെ ഫേസ് ലിഫ്റ്റ് അതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു വ്ളോഗിന് ഇനിയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ഗ്രീസ് എന്നൊക്കെയുള്ള വ്ളോഗുകൾ ഉണ്ടാവും. അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പുതിയ വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും സെൻട്രോപ്സ് എന്നൊരു ഗുഡ് ബൈ. Nothing, everybody wants my work for free. I know you have the money, things are looking different. I'm not putting up with you, not anymore. And I know you think you still can take it back.